അസ്സലാമു അലൈക്കും. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അക്കാസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്ന് പാർട്ട് 2 മക്കയാണ്. അപ്പം മക്കയിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് മദീനയിലെ ഉസ്താദിലെ സ്വർണ്ണ മൈക്ക് പ്രസംഗിക്കുന്ന നമുക്കൊന്ന് കാണണ്ടേ. അപ്പൊക്കെ നമുക്ക് മദീനയിലെ ഉസ്താദിൻ്റെ പ്രസംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. حجاج بيت الله الحرام وزوار مسجد سيد الأنام صلى الله عليه وسلم، لقد أسست هذه البقاع المباركة على توحيد الله وعبادته وحده لا شريك له. قال جل وعز: وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا فالزموا السنن المسندات النيرات واحذروا البدع والمحدثات ولا تنحنوا لأموات ولا ترجوا شفاء من رفات ولا تتبركوا بالقبور ولا ترموا الأطعمة والحبوب والنقود والسبح والثياب عليها ولا تستغيثوا بالأموات ولا تسألوا. അപ്പോൾ നമ്മൾ മദീനത്തിൽ നിന്നും മക്കയിലേക്ക് ബസ് മാർഗം പോവുകയാണ്. അപ്പോൾ ബൈത്തും സ്വലാത്തും ദിക്റും ഒക്കെ ഉസ്താദ് ഞങ്ങൾക്ക് ചൊല്ലിത്തരുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് മക്കത്തേക്ക് യാത്ര തിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പം മദീനത്തെ ഈന്തപ്പനത്തോട്ടത്തോടൊക്കെ സലാം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മക്കത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇടയ്ക്കിടയ്ക്ക് പച്ചിപ്പൊക്കെ കാണുന്നുണ്ട്, പക്ഷേ മലകളാണ് മൊത്തം. ഞാനോർത്ത് ഗൾഫെന്ന് പറയുന്നത് വല്ല മരുഭൂമിയാണെന്ന് ഓർത്ത്, പക്ഷേ കേട്ടല്ലോ ഞങ്ങൾ പോയിടത്തെല്ലാം കണ്ടോ മലകളാണ് കാണുന്നത്. ഇതുണ്ടല്ലോ പാറയ്ക്കകത്ത് ഗുഹയ്ക്കകത്തൂടാണ് ബസ് പോകുന്നത്. മക്ക ഏകദേശം അടുക്കാറായെന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പം മക്കയിലൊക്കെ ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. പാറയാണ് ഇരുവശങ്ങളിലും. ഗുഹയ്ക്കകത്തൂടെ ബസ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ്, റാഹത്തായി ഇവിടം വരെ ഞങ്ങളെത്തി. അള്ളാഹു ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചു. അപ്പം നമ്മൾ മക്കയിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അപ്പം എല്ലാവരും ബസ്സിൽ നിന്നിറങ്ങുന്ന ഭാഗമാണിത്. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അങ്ങനെ നമ്മൾ കൗബാലയത്തിൻ്റെ അടുത്തെത്താറായിരിക്കുന്നു. മക്കത്തെ പള്ളിയിലോട്ട് നമ്മൾ പോകുന്ന ഭാഗമായി കാണുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ലോക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഏറ്റവും ഉയരം കൂടിയ ക്ലോക്കാണ്. അൽഹംദുലില്ലാഹ്. ഇതൊക്കെ കാണാൻ തൗഫീഖ് എന്നല്ല റബ്ബേ. തണ്ടി കണ്ട ഇതിനകത്ത് ചന്ദ്രക്കല നക്ഷത്രം കാണുന്ന അതിനകത്ത് 2 ബെഡ്റൂം ഒരു പള്ളി ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതിനെ ചുറ്റും കടകളുമാണ് പറഞ്ഞത്. ലിഫ്റ്റ് വഴി കയറിപ്പാന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അതിനകത്തൊന്ന് കയറിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ $5000 എങ്ങാണ്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകം കയറി കാണാൻ പറ്റിയില്ല. പിന്നെ കണ്ട് ഞങ്ങൾ മക്കത്തെ കൗബാലത്തിനോട്ട് നടന്നു പോകുമ്പോൾ മക്കത്തെ പള്ളി ഏകദേശം അടുത്തിട്ടുണ്ട്. മക്കത്തയുടെ പള്ളിയുടെ പുറം ഭാഗമാണിത്. അൽഹംദുലില്ലാഹ്. അത് വേറൊരു ക്ലോക്കാണ്. അങ്ങനെ കൗബാലയത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. വളരെ ആകാംക്ഷയോടെ ഉസ്താദ് ഞങ്ങൾക്ക് ദിക്റൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെല്ലാം ചൊല്ലിയാണ് ഞങ്ങൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. മക്കത്തെ പള്ളിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. പള്ളിക്ക് ചുറ്റുമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കൂളറാണ് വെള്ളം തിളപ്പിക്കുന്ന കറങ്ങുന്നത്. ഒരുപാട് നടന്നാൽ മാത്രമേ കൗബാലയത്തിൻ്റെ അടുത്ത് എത്താൻ കഴിയുള്ളൂ. പെരുവെയിലാണ്. വെയിലെന്തെന്നറിയാതെ നമ്മൾ നടന്നു പോകും. മനസ്സും ശരീരവും എല്ലാം കൗബാലയത്തിലോട്ട് നമ്മുടെ അടുത്തുകൊണ്ടിരിക്കുന്നു. വെയിലേതാ ഒന്നും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നില്ല. കൗബാലയത്തിലെത്തുക എന്നൊരു ദൃശ്യം. കൗബാലയം നമ്മൾ കണ്ട സമയമാണ് ഈ കാണുന്നത്. ബിസ്മില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് നമ്മൾ കൗബാലയം കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, അല്ലാഹുവേ പടച്ചവനേ, ആ ഒരു നിമിഷം പടച്ചവനേ
ശരീരവും മനസ്സും കുടുംബവും മക്കളെ എല്ലാം നമ്മളവിടെ മറന്നുകൊണ്ട് ആ കൗബാല്യത്തോട് ലയിച്ച് നമ്മൾ നടക്കുന്ന കൗബാല്യത്തിന് ചുറ്റും വലം വെക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നടക്കാൻ പോലും മനുഷ്യന് പറ്റത്തില്ല. അതുപോലെ പതുക്കെ പതുക്കെ നീങ്ങുക കൗബാല്യത്തിന് വലം വയ്ക്കുന്ന ഈ കാണുന്നത്. ദിക്റുകളും സ്വലാത്തുകളും മുഴങ്ങി വളരെ ഉച്ചത്തിൽ ഉസ്താദ് ഞങ്ങൾക്കെല്ലാം ചൊല്ലിത്തന്ന് അത് ആ കാണുന്നത് ഇബ്രാഹിം നബിയുടെ കാൽപാദമാണ് അതിനകത്ത്. ഇങ്ങനെ ഞങ്ങൾ ദിക്റുകളും സ്വലാത്തുകളും ഉസ്താദ് നമുക്കറിയാൻ വയ്യാത്ത എല്ലാം ഉറക്കെ ഉച്ചത്തിൽ ചൊല്ലിത്തരുന്നുണ്ട്. അത് കേട്ട് ഞങ്ങൾ ചൊല്ലിക്കൊണ്ട് കൗബാല്യത്തിന് വലം വയ്ക്കുവാണ് ഈ കാണുന്നത്. കൗബാല്യത്തിന് ചുറ്റുമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞ് സർവ്വ മനസ്സും അവിടെ സമർപ്പിച്ചുകൊണ്ട് കൗബാല്യം കാണുമ്പോൾ അള്ളാഹുവേ നേരിട്ട് കാണുന്ന പോലെ എനിക്കിപ്പോൾ ഈ വീഡിയോയ്ക്കകത്തൂടെ കണ്ടിട്ട് പോലും എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ പോലും എൻ്റെ അള്ളാഹുവിൻ്റെ അടുക്ക ഞാൻ നിൽക്കുന്ന പോലെ ഒരു മനസ്സാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അള്ളാഹുവേ ഇനിയും പോകുവാൻ തൗഫീക്ക് തരണേ തമ്പുരാനേ. നിറകണ്ണുകളോടെ കണ്ണുനീരോടെയാണ് ഇതിന് വലം വയ്ക്കുന്നത്. നേരത്തെ കണ്ട കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ തോളെ കയറ്റിക്കൊണ്ട് അള്ളാഹുവേ പെരുവെയിൽ. പക്ഷേ മക്കൾ കൗബാലയത്തിന് വലം വെക്കുമ്പോൾ നമ്മൾ വെയിലെന്തെന്നറിയുന്നില്ല, ചൂടെന്തെന്നറിയത്തില്ല. 58 ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ് ഞങ്ങൾ ഈ അന്ന് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ കണ്ടോ, ഞങ്ങൾക്ക് വെയിലോ ചൂടോ അവിടെ തോന്നുന്നില്ല. ഞങ്ങൾക്ക് എങ്ങനെയായാലും ഞങ്ങളെ വന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം കൊണ്ട് എല്ലാം സാധിച്ച് ഹൈറാക്കി ഞങ്ങൾക്ക് ഇവിടം വരെ എത്തി. എല്ലാ ഹൈറ കണ്ട കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നത് കണ്ടോ. അള്ളാഹുവേ പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു. അതുങ്ങളെ എടുത്തുകൊണ്ട് 7 വട്ടം ഈ കൗബാല്യത്തിന് വലം ചെയ്യണം. 7 വട്ടം സർഫ ഓടണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ഉംറ പൂർത്തിയാകുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് എല്ലാം മറന്ന് അൽഹംദുലില്ലാഹ് എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും എവിടെ ചെല്ലുന്നവരെ സാധിച്ച് അള്ളാഹുവേ തരുന്നുണ്ടല്ലോ റബ്ബേ, നിനക്ക് 1000 സ്തുതി. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് കൂടെ പോയവരെല്ലാം എല്ലാവരും ഗ്രൂപ്പുകാർ വന്നവരെല്ലാം ഓരോരോ 5 പേര് കയ്യിലും ഷാളിലും ഒക്കെ ഇങ്ങനെ പിടിച്ച് ഒറ്റപ്പെട്ടു പോയെങ്കിൽ തിക്കിലും തിരക്കിലും പിന്നെ അവരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ കൂട്ടമായി അള്ളാഹു അക്ബറും മറ്റ് ദിക്റുകളും എല്ലാം ഉസ്താദ് നമുക്കറിയാമാത്ത എല്ലാം പറഞ്ഞു തന്ന് നമ്മൾ ഉറക്കെ ചൊല്ലി നടക്കുന്ന ഒരു ഭാഗമാണ് ഈ കൗബാലയത്തിന് ചുറ്റി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ വന്നൊരു മോളാത്. അള്ളാഹുവേ പ്രായഭേദമന്യേ വയ്യാത്തവരും ആവുന്നവരും എല്ലാവരും ഇതിനകത്തുണ്ട്. പടച്ചവനെ നീ എല്ലാവർക്കും സുവർഗത്തെ കൊടുക്കണേ റബ്ബേ. പടച്ചവനെ എല്ലാ പാവങ്ങളും കളഞ്ഞ് ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാ എന്നുള്ള ഒരു ഒറ്റ ഉച്ചത്തോടു കൂടിയാണ് നടക്കുന്നത്. റഹ്മാനേ ആനായ അള്ളാഹുവേ ഞങ്ങളുടെ ഉമ്മറകളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെല്ലാം പോയി ചെയ്ത എല്ലാ ഉമ്മറകളും അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനേ നീ ഉമ്മറയെ സ്വീകരിക്കണേ അല്ലാ. ഇതിവിടെ ഇരുന്ന് കണ്ടാലും പടച്ചവനെ അവിടെ ആ നടന്ന പ്രീതി എൻ്റെ മനസ്സിലിപ്പോൾ എനിക്കുള്ളത്. റബ്ബേ ഇനിയും വരുവാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ എന്നാ തേടുന്ന റബ്ബേ. പടച്ചവനെ നമ്മളെ കേൾക്കുന്ന പോലല്ല പടച്ചവനെ കാണുന്നതെന്ന് മനസ്സിലായി റബ്ബേ. നിൻ്റെ കൗബാലയം ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. പൊന്നാരി നബി റസൂലേ ഇവിടുത്തെ അനുഗ്രഹവും ബർക്കത്തിനും വേണ്ടി റബ്ബേ ഞങ്ങൾക്ക് എഴുന്നു അല്ലാ. കണ്ടോ കൗബാലയത്തിന് എത്രയോ നോക്ക എന്ത് തിരക്കിലാണ് മനുഷ്യൻ നടക്കുന്നതെന്ന് നോക്ക. ഉച്ച സമയത്തെങ്ങാനും പെരുവെയിലത്തെങ്ങാനും അല്പം വിടവ് കിട്ടിയാലുള്ളല്ലാതെ കംപ്ലീറ്റ് ജനങ്ങൾ ഒരു വെയിലൊന്നും ചൂടൊന്നുമില്ല. അള്ളാഹുവേ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അവിടെ വന്ന് അള്ളാഹുവിനോട് തേടുന്ന റബ്ബേ നീ എല്ലാവർക്കും ഹബൂലാക്കി കൊടുക്കണേ. എല്ലാവരുടെയും ദുആ വസീയത്ത് പടച്ചവനെ. കൗബാലയം കാണുമ്പോൾ കണ്ണ് നിറയുന്ന റബ്ബേ.
ഇവിടെ നമുക്ക് നടക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു വെയിലില്ല, കാല് കുഴയുന്നില്ല. പടച്ചവനെ, എല്ലാം പടച്ചവൻ്റെ അനുഗ്രഹം എന്ന് പറയാം. എത്രയോ വെയിലത്താണ് ഈ നടക്കുന്നത്, പക്ഷെ ആർക്കും ഒരു കുഴപ്പവുമില്ല. എല്ലാവരും നടക്കുന്നുണ്ട്. എല്ലാവരും നല്ല ദിക്റുകൾ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, രോഗമെന്തെന്നറിയാതെ പ്രായഭേദമേ അന്യേ എല്ലാവരും നടക്കുന്നു. അല്ലാ, കൗബാലയത്തിൻ്റെ അടുത്തേക്ക് എത്താൻ ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുക. റബ്ബേ, കണ്ടോ, കൗബാലയത്തിൻ്റെ സ്വർഗമാ പടിയെ തൊട്ടാൽ സ്വർഗത്തിൻ്റെ വാതിലത്. അല്ലാഹുവേ, സ്വർഗത്തിൻ്റെ വാതില റബ്ബേ. ഹജറുൽ അസ്വദ് മുത്തുവാൻ തൗഫീക്ക് തന്നല്ലോ. അല്ലാ, 1000 സ്തുതി റബ്ബേ. ഹജറുൽ അസ്വദ് അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ്, ഈ ഇടത്ത് ഭാഗത്ത് ഹജറുൽ അസ്വദ് ഇരിക്കുന്നത്. പക്ഷേ തെള്ളുകൊണ്ടത് പിടിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നിരുന്നപ്പോൾ, വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴേ, ഒരു കുട്ടിയെ കണ്ടില്ലേ, സംസം വെള്ളം എടുക്കാനായിട്ട് ഗ്ലാസ് എടുത്ത് വെച്ചു. ആ ഗ്ലാസ് ഉണ്ടല്ലോ ഉള്ളിലോട്ടങ്ങ് പോയി. എന്നിട്ട് അതെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളെ കൗബാലയത്തിന് വലം വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ സഫാ മർവയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് നടന്നു വരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അൽഹംദുലില്ലാ, ആർക്കും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ 5 ഉമ്മറകളും സ്വീകരിച്ചു. ജമാഅത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള 5 ഉമ്മറകളും ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്തു, റാഹത്താക്കി. ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇതുകൊണ്ട് സഫാ മർവ ഇത് കണ്ടോ, കുഞ്ഞുങ്ങളെ തോളിലേറ്റിക്കൊണ്ട് സഫാ മർവ ഇത് 7 വട്ടം വലം വയ്ക്കണം. കണ്ടോ, അൽഹംദുലില്ലാ, ജനക്കൂട്ടത്തിൻ്റെ തിരക്കാണ് അവിടെ. ഇത് വീണ്ടും കൗബാലയത്തിൻ്റെ പാളി കണ്ട, സ്വർണ്ണപ്പാത്തിയാ മണ്ടയ്ക്ക് കണ്ട, സ്വർണ്ണപ്പാത്തി. അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ. ഉണ്ടോ, എവിടെ നിന്നാലും പിന്നെ ഈ ക്ലോക്കെല്ലാം, ഏത് ഭാഗത്ത് നിന്നാലും ഈ ക്ലോക്ക് കാണാം. കണ്ടോ, കൗബാലയത്തിൻ്റെ പാത്തി കണ്ട, സ്വർണ്ണപ്പാളി, സ്വർണ്ണ നൂലും വെള്ളി നൂലും ആ കൗബാലയം പുതപ്പിച്ചിരിക്കുന്ന അതേ തുന്നി ചേർത്തിരിക്കുന്നത്. സഫാ മർവയിലൂടെ ഞങ്ങളിങ്ങനെ നടക്കുന്ന ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഇനിയും പോകുവാൻ തൗഫീക്ക് തരണ തമ്പുരാനേ. കൊച്ചുകുട്ടികളെല്ലാം ഉണ്ട് റബ്ബേ. ലോകമെമ്പാടുള്ള ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുണ്യ മക്ക, പുണ്യ മദിന, പുണ്യ മക്ക, പുണ്യ മക്കയിലൂടെ നടന്ന് നീങ്ങുന്നു. അല്ലാഹുവേ, കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കുന്നുണ്ടോ റബ്ബേ. അൽഹംദുലില്ലാ. പള്ളിക്ക് പേരുണ്ട്. ആദ്യമായിട്ട് മിനാരമുള്ള പള്ളി എന്നും. വലതുസൈഡിലേക്ക് നോക്കിയാൽ വാഴയെ കാണാം. ഇപ്പൊ ഇടതുസൈഡിലേക്ക് നോക്കിയാൽ മതി കേട്ടോ. വലതുസൈഡിലെ ഇതുണ്ടോ, ഈ പള്ളിയാണ് ആദ്യത്തെ മിനാരമുള്ള പള്ളി എന്ന് ഇതിന് പറയപ്പെടുന്നുണ്ട്. മസ്ജിദ് അലി, മസ്ജിദ് മദ്ഹൂര്, ഈ ഭാഗത്ത് വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തായിഫിലെ ജനങ്ങള് കല്ലെറിയുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്തം വാർന്ന് നബി തങ്ങൾ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓടിക്കുന്നത് ഇപ്പൊ നമ്മള് വാഹനത്തിൽ പോകുന്ന ഭാഗത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ ഓരോ പള്ളികളിൽ ഉസ്താദ് കൊണ്ടുപോകും. ആ പള്ളിയിലെ ഓരോ കാര്യങ്ങൾ ഉസ്താദ് പറഞ്ഞ് വിവരിച്ചിരുന്നത് നമ്മൾ മുമ്പ് കണ്ട്. ഇത് നമ്മുടെ ഖുർആൻ വെച്ചിരിക്കുന്നതാണ് പള്ളിക്കകത്ത്, മക്കായിലെ പള്ളിയിലേക്കകത്ത് ഖുർആൻ കണ്ട തൂണയിലിങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇത് പള്ളിയുടെ എല്ലാ സൈഡിലും മുഴുവൻ കംപ്ലീറ്റ് സ്ഥലങ്ങളിലും ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുക. ആവശ്യക്കാർ വരിക, എടുക്കുക, ഓതുക, എന്നിട്ട് അവിടെ തന്നെ തിരിച്ച് വയ്ക്കുക. അൽഹംദുലില്ലാ, നല്ല ഭംഗിയായ ഖുർആൻ വെച്ചിരിക്കുന്ന സ്റ്റാൻഡുകളൊക്കെ കണ്ട നല്ല ഭംഗിക്ക് കംപ്ലീറ്റ് സ്ഥലങ്ങളിലും ഖുർആൻ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. അൽഹംദുലില്ലാ, മക്കയുടെ പള്ളിക്ക് കാണേണ്ടത് തന്നെ. അൽഹംദുലില്ലാ, കേട്ടോ, ഇതുണ്ടല്ലോ നമ്മുടെ മക്കയിൽ ഉസ്താദ് ഇരിക്കുന്ന സ്ഥലത്തെ ലൈറ്റായത്. ഇതിന് ഇപ്പുറത്തൊരു മുറിക്കകത്തായിട്ടാണ് ഉസ്താദ് ഇരിക്കുന്നത്. ആ മക്കയിൽ ഉസ്താദ് ഇരിക്കുന്ന ഭാഗത്തെ ലൈറ്റാണിത്. മക്കത്തെ ഉസ്താദിനെ ഞാൻ ഇടുന്നുണ്ട് ഈ വീഡിയോയ്ക്കകത്ത്. എന്ത് ഭംഗിയായ ലൈറ്റ്. അവിടെ നിന്ന് നമ്മൾ ഓരോ പള്ളിയിലേക്ക് ഇങ്ങനെ പോകും ഇഹ്റാം കെട്ടാനായിട്ട്. ഓരോ പള്ളിയിൽ ഓരോ ശുഹദാക്കൾ അടങ്ങിയിടവും പിന്നെ യുദ്ധം നടന്നതും എല്ലാം നമുക്ക് വിവരിച്ച് തരും. പള്ളികളിൽ കൊണ്ടുപോയി അങ്ങനെ ഓരോ പള്ളികളിൽ പോകുന്ന ഭാഗമാണ് ആ കണ്ടത്. ഇത് നമ്മുടെ മക്ക തന്നെയാണ്. അൽഹംദുലില്ലാ, മക്കയുടെ ഓരോ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. മക്ക പൂർത്തിയായിട്ടും മൊത്തമായിട്ടും പള്ളിയൊന്നും ഞങ്ങൾ കണ്ടില്ല. കാരണം അത് കയറുന്നിടത്തൂടെ എല്ലാം ഇറങ്ങി വരുന്നത് എല്ലാം ചെല്ലുന്നിടം ഓരോ സ്ഥലമായിട്ടാണ് കാണുന്നത്. അപ്പം പൂർത്തീകരിച്ച് മൊത്തമൊന്നും മക്ക പോയെങ്കിലും 9 ദിവസം അവിടെ നിന്നെങ്കിലും മൊത്തമൊന്നും കാണാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇത് ഞങ്ങൾക്ക് ഒരു പള്ളിയിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉസ്താദ് വിവരിച്ച് തരികയാണ്. അവിടെ നിന്ന് ഞങ്ങളൊരു ഫോട്ടോയും എടുത്തു. അൽഹംദുലില്ലാ, ഒരുപാട് പള്ളികളിൽ ഉസ്താദ് കൊണ്ടുപോയി.
ബദരീങ്ങൾ അടങ്ങിയിടത്തും യുദ്ധം നടന്നിടത്തും എല്ലാം ഞങ്ങളെ കൊണ്ടുപോയി ഉസ്താക്കന്മാർ. ഇത് മറ്റൊരു പള്ളിയാണ്. അൽഹംദുലില്ലാ. ആ പള്ളിക്കകത്ത് ലൈറ്റ് കണ്ട അതിമനോഹരമായ ലൈറ്റാണ്. അതിമനോഹരമായ ലൈറ്റാണ്. നല്ല രസമാണ്. ഇത് തുടക്കത്തിൽ നിന്ന് അങ്ങോട്ടങ്ങ് ലൈറ്റ് കിടക്കുക ഇഷ്ടം പോലെ. അൽഹംദുലില്ലാ. ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വേറൊരു പള്ളിയിലെ ലൈറ്റ് ഇത്. അൽഹംദുലില്ലാ. നല്ല ഭംഗിയായ ലൈറ്റ്. എന്താ ഭംഗിയാണെന്നറിയ ലൈറ്റൊക്കെ അവിടെ കാണാൻ. ഇത് കത്താതെ കിടക്കുക ലൈറ്റ്, ബൾബെല്ലാം കത്തിക്കൂടെ കിടക്കാൻ എന്ത് ഭംഗിയാണ്. ഇവിടുത്തെ പള്ളിക്കകത്ത് ചെരുപ്പ് വെക്കാനായിട്ട് വെച്ചതിനകത്തൊരു പൂച്ച കയറി കിടക്കുന്നുണ്ട്. എല്ലാ പള്ളികളും പൂച്ചയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി പൂച്ചക്കൂടെ ഒന്ന് പിടിക്കാമെന്ന്. അൽഹംദുലില്ലാ. പൂച്ചയുടെ കിടപ്പ് കണ്ട് നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. മാഷാ അല്ലാ. നമ്മുടെ മക്കയ്ക്കകത്ത് പള്ളിക്കകത്തെ റോഡ്, അതിനകത്ത് മക്കയ്ക്കകത്ത് ഞാൻ ഒരു ഭാഗത്ത് നിന്ന് നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോഴത് കണ്ടില്ലേ, ഓട്ടോകളായി കിടക്കുന്നത് മക്കയ്ക്കകത്ത് പള്ളിക്കകത്ത്. അപ്പോൾ ഒരു ഭാഗത്ത് നിസ്കരിക്കാൻ കയറിയപ്പോഴാണ് ഈ ഓട്ടോ കിടക്കുന്നത് കണ്ട. ഇത് നമ്മൾ മറ്റൊരു പള്ളിയിലോട്ട് കൊണ്ടുപോയപ്പോൾ റോഡിൽ കിടന്ന് അവിടുത്തെ സ്കൂട്ടറാണ് കണ്ട. പുതിയ സ്കൂട്ടർ കൊണ്ടിട്ടിരിക്കുക. അൽഹംദുലില്ലാ. നമ്മുടെ ഇവിടുത്തെ സ്കൂട്ടറുമായിട്ട് എന്ത് വ്യത്യാസമുണ്ടല്ലേ. അൽഹംദുലില്ലാ. അതും കണ്ടപ്പോൾ അത് ഞാൻ വീഡിയോ പിടിച്ചു. അൽഹംദുലില്ലാ. പിന്നീട് ഞങ്ങൾ ഗീറാ ഗുഹയിലോട്ട് പോകുന്ന ഭാഗം ആണിത്. അപ്പോൾ ഇത് ഭയങ്കര 6000 അടി ഉയരത്തിലാണ്, മലമുകളിലാണ് കയറേണ്ടത്. ഇങ്ങനെ ഞങ്ങൾ പതുക്കെ കയറി. ഇത് ഭയങ്കര ഒരു മലയാണ് കേട്ടോ. കണ്ടോ, പിടിച്ച് കയറുകയാണേ. ഇപ്പം അല്പം സ്പീഡ് കൂടിപ്പോയി കണ്ടോ. അൽഹംദുലില്ലാ. അത് ആ മലയുടെ ഏകദേശം ഭാഗത്ത് നിന്നിട്ട് താഴോട്ട് നോക്കിയപ്പോൾ കെട്ടിടങ്ങളാണ് ആ കാണുന്നത് കണ്ടോ. ആ മലയുടെ മണ്ടയ്ക്ക് നിന്നെടുത്തപ്പോൾ മുഴുവൻ മലകളുമാണ് കാണുന്നത് കണ്ടോ, മൊത്തം പാറകൾ. അൽഹംദുലില്ലാ. അങ്ങനെ ഗീറാ ഗുഹയുടെ മലയിൽ ഞങ്ങളെത്തി. തൊണ്ടയ്ക്കൊരൽപ്പം പനിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഗീറാ ഗുഹയ്ക്കകത്തോട്ട് ഞങ്ങൾ കയറാൻ പോകുന്ന ഭാഗമാണ്. അപ്പം മുഴുവൻ കല്ലുകൾ, കീറിയ കല്ലുകളോളം ഇങ്ങനെ ഇരിക്കുക, പൊട്ടിക്കീറിയ കഷ്ണങ്ങൾ. ഇപ്പം നമ്മുടെ ദേഹത്ത് വീഴുമെന്നാണ് നമുക്കവിടെ നിന്നാൽ തോന്നുന്നത്. പക്ഷേ എല്ലാവരും കയറി ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് കയറാൻ പറ്റുന്ന ഗുഹ. ഒരാൾ കയറിയവരിറങ്ങിക്കഴിഞ്ഞ് അടുത്ത ആൾക്ക് കയറത്തുള്ളൂ. അതുപോലെ അത് കയറാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ ക്യൂ നിൽക്കുന്നത് മൊത്തം. കണ്ടോ. അൽഹംദുലില്ലാ. എത്ര നേരം നിന്നാലാണ് അത് ആ ഗുഹയ്ക്ക് അത് കണ്ട് ഇറങ്ങി വരുന്നത് കേട്ടോ. അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് കയറി ഇറങ്ങാവുന്ന ഗുഹയാണിത്. അവിടെ 2 പൂച്ചയും കിടന്നുറങ്ങുന്നുണ്ട് കണ്ടോ. ഇതാണ് ഗുഹ. ഇതിനകത്തൂടെ കയറിയാണ് ഇറങ്ങേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി പാത്തിരുന്ന ഗുഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പം ഞാനും ആ ഗുഹയ്ക്കകത്തോട്ട് കയറാനായിട്ട് പോകുന്ന ഭാഗമായി കാണുന്നത്. എങ്ങനെയായാലും അൽഹംദുലില്ലാ ഗുഹ കയറി ഇറങ്ങണം. കണ്ട ഇങ്ങനെ കല്ലുകൾ അടുക്കി കീറി പൊട്ടി ഇരിക്കുക. നമ്മൾ ഓർക്കും ചിലപ്പോൾ നമ്മുടെ മണ്ടയെ വീഴുമോ നമ്മൾ കയറുന്ന സമയത്തന്നെ. എങ്കിലും നമ്മളുണ്ടല്ലോ എല്ലാം മറന്ന് അപ്പോൾ ആ ഗുഹയ്ക്കകത്ത് കയറി കണ്ടോ കയറി ഇറങ്ങുന്ന ഭാഗമാണ് കണ്ടത്. 6000 അടി ഉയരത്തിലാണ് ഈ മലയിരിക്കുന്നത്, ഈ കല്ലിരിക്കുന്ന ഗുഹ. അള്ളാഹുവേ, അവിടോട്ട് കയറിപ്പാൻ എന്തോ ഒരു പാടായിരുന്നത്. അത് അടുത്താളും കയറി ഇറങ്ങി വരുന്നത് കണ്ടോ. അൽഹംദുലില്ലാ. ആർക്കും ഒരു കുഴപ്പവുമില്ലാത്ത റാഹത്തായിട്ട് തന്നെ അവിടുന്ന് ഗുഹയ്ക്കകത്ത് എല്ലാവരും പോയവരെല്ലാം കയറി ഇറങ്ങി വന്നു. തീരെ വയ്യാത്തവരൊന്നും വന്നില്ലായിരുന്നു. കാരണം 6000 അടി ഉയരത്തിലായതുകൊണ്ട് ഭയങ്കര കയറ്റമാണ്. അപ്പോൾ ഇരുന്ന് കുറച്ച് കയറും, കുറച്ചിരിക്കും, കുറച്ച് കയറിയിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഈ മലമുകളിലെത്തിയത്. അൽഹംദുലില്ലാ. അള്ളാഹു അത് റാഹത്താക്കി ഞങ്ങൾക്ക് തന്നു. പോയവർക്കെല്ലാവർക്കും മല കയറാനും. ഉസ്താദ് ഇറങ്ങി വരുന്നത്, ഇത് വേറൊരു ഉസ്താദാണ്. ഉസ്താദ് ഇറങ്ങി വരുന്നു ഗുഹയ്ക്കകത്തുനിന്ന്. ഗുഹയ്ക്കകത്ത് ഞാൻ കയറിയിരുന്ന് ദുആ ചെയ്യുന്ന ഭാഗമാണിത്. അൽഹംദുലില്ലാ. ഗീറാ ഗുഹയിലും ചെന്നിരുന്ന് ദുആ ചെയ്യാൻ പറ്റിയല്ലോ. പടച്ചവനെ, ദേ കണ്ട ഗുഹയ്ക്കകത്തോട്ട് കയറാനായിട്ട് ആൾക്കാർ നിൽക്കാൻ. അല്ലാഹുവേ, എല്ലാവർക്കും റാഹത്താക്കി പടച്ചവൻ. അതും ഞങ്ങൾ വന്ന് കണ്ട മലയുടെ മുകളിൽ കൂടെ ആ പാറയിടിക്കിനകത്തൂടെ ഒലിഞ്ഞു നോക്കുക ഓരോരുത്തരൊക്കെ മണ്ടയ്ക്ക്. അൽഹംദുലില്ലാ. കയറിയവരൊക്കെ ഇറങ്ങി വരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. കുഞ്ഞുങ്ങളെയൊക്കെ പുറകെ കെട്ടി തൂക്കിയിട്ട് എങ്ങനെയാണ് മല കയറി റബ്ബേ. അന്നേരം എങ്ങനെ മല കയറി ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. പഠിച്ചവനെ ഇപ്പം കണ്ടിട്ട് എങ്ങനെ കയറുന്ന പോലും അറിയത്തില്ല. അത് അതിൻ്റെ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ കാണുന്ന വീടുകളാണ് അത് മൊത്തം. കണ്ട എത്രയോ അടി, 6000 അടി. അപ്പോൾ ഇറങ്ങി വരുന്ന കൂട്ടത്തിലുണ്ടായാലും 2 ഒട്ടകം താഴെ നിൽക്കുന്ന കണ്ടു. അതിൻ്റെയും വീഡിയോ പിടിച്ച്. ഇപ്പുറത്ത് ഒരു ഒട്ടകം കൂടെ ഉണ്ട് കണ്ട. അതിൻ്റെയും വീഡിയോ പിടിച്ചു. അൽഹംദുലില്ലാ.
ഒട്ടകങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടും ഒരുപോലെ നോക്കിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴല്ല താഴെ കണ്ടല്ലോ പൈപ്പിനകത്തുനിന്ന് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുക. എന്തോ ഭംഗിയാണോ പടച്ചവനെ അത് കാണാനായിട്ട്. നല്ല ഭംഗിയാണ്. ഇവിടെ ഇപ്പുറത്താണ് കിണർ പോലെ കെട്ടിയിട്ടിരിക്കുക. പക്ഷേ അത് അടഞ്ഞ് കിടക്കുവാണ്, സ്ലാബ് ഇട്ട്. പക്ഷേ അതിനകത്തോട് വെള്ളം വരുന്നുണ്ട് ചുറ്റും ഇങ്ങനെ റൗണ്ടിൽ. പിന്നെ ഒരു ഈന്തപ്പഴ മരമാണ് കണ്ടത്. മക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഇറാഖൊക്കെ ചെന്നപ്പോഴാണ് കണ്ടത്. ആ മരമാണ് ഈ കാണുന്നത്. അൽഹംദുലില്ലാ അത് നിറച്ച് കായുമായിട്ട് കിടക്കുന്നു. അൽഹംദുലില്ലാ. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മഴ പെയ്തായിരുന്നു. ഞങ്ങൾ വരുന്നതിൻ്റെ തലേ ദിവസം അന്നത്തെ ആ മഴയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ മഴയാണിത്. മക്കയിൽ ഞങ്ങൾ 10 ദിവസം ഉണ്ടായിരുന്നു. മൊത്തം 15 ദിവസത്തിന് ഞങ്ങൾ പോയ മദീനയിൽ 5 ദിവസവും മക്കത്ത് 10 ദിവസമാണ്. കാരണം മഴവെള്ളത്തിനകത്തൂടെയൊക്കെ ബാഗും വലിച്ചുകൊണ്ട് പോകും. നമ്മുടെ ഇവിടെയൊക്കെയാണ് അങ്ങനെയൊക്കെ കൊണ്ടുപോയില്ല. നല്ലൊരു മഴയായിരുന്നു. മഴ പെയ്തതല്ല, റോഡിൽ കൂടെ കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞൊഴുകുന്ന ഭാഗമാണ് പിന്നെ കാണുന്നത്. ഇത് കണ്ടത് റോഡ് സൈഡിലെ കാഴ്ചകളാണ് ഇതൊക്കെ. അവിടെ വേറൊരു പള്ളിയുണ്ട്. അവിടെ ഞങ്ങളെ കൊണ്ടുപോയപ്പോഴാണ് ഇത് കണ്ടത്. അൽഹംദുലില്ലാ എന്തൊരു ഭംഗിയല്ലേ, നല്ല രസമുണ്ട്. അൽഹംദുലില്ലാ നല്ല ഭംഗിയായ കാഴ്ചകളാണ് അവിടെ എല്ലാം കാണാനുള്ളത്. അൽഹംദുലില്ലാ. ഇതൊരു പള്ളിയാണ്. ഈ പള്ളിയിൽ ഞങ്ങൾ പോയത് ആ പള്ളിയുടെ ഇവിടുത്തെ ലൈറ്റാണിത്. അൽഹംദുലില്ലാ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അൽഹംദുലില്ലാ ഇതൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് പോയി കാണാനുള്ളൊരു അൽഹംദുലില്ലാ അള്ളാഹു അതിന് ഇത് തന്നല്ലോ. പിന്നെ ഞങ്ങൾ മക്കയോട് സലാം പറയുന്ന ഭാഗമാണ്. മക്കയിൽ നിന്നും പിരിഞ്ഞ് വരാൻ പോവാണ്. 10 ദിവസം ഞങ്ങൾ മക്കത്തുണ്ടായിരുന്നു. വളരെ വിഷമത്തോടു കൂടി ഞങ്ങൾ അവിടെ ലാസ്റ്റ് ഉംറ ചെയ്തിട്ട് അവിടെ മക്കയോട് സലാം പറയാനായിട്ട് അവിടെ ഇരിക്കണം. ഉസ്താദ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയാണ്. ദുആ എല്ലാം ചെയ്യുന്ന കാര്യത്തെപ്പറ്റി പിന്നെ എല്ലാവരും മനസ്സ് തുറന്ന് കരഞ്ഞ് അള്ളാഹുവേ പടച്ചവനോട് ദുആ ചെയ്ത് വളരെ വിഷമത്തിൽ അവിടെ സലാം കൊടുക്കുന്ന ഭാഗമാണ്. മക്കയോട് സലാം പറയുന്ന ഭാഗം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത്ര ദയനീയമായൊരു ഭാഗമായിരുന്നത്. ഞങ്ങളൊരു കുടുംബത്തോടു കൂടി ജീവിച്ചിട്ട് അവിടെ നിന്ന് മക്കയോട് സലാം റൗള ഷരീഫിനോട് സലാം പറയുന്ന ഭാഗത്തെപ്പറ്റി ഒരു നിമിഷം പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. കരഞ്ഞ് കണ്ണീര് വീഴ്ത്തിയാണ് ഞങ്ങളെല്ലാം അവിടെ നിന്ന് സലാം പറയുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് വിസയുടെ കാലാവധി തീരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പോകുന്നതിൽ 3/4 മനുഷ്യരുണ്ടല്ലോ മക്കത്തും മദീനത്തുമായിട്ട് ജീവിച്ചതിന് വിസയുടെ കാലാവധി ഉള്ള കാരണം കൊണ്ട് എല്ലാവരും തിരിച്ചു വരുന്നത്. അത്രയ്ക്ക് നമ്മൾ മക്കയോടും മദീനയോടും നമ്മുടെ മനസ്സ് ലയിച്ചു പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ മക്കത്ത് കൗബാലയത്തിൻ്റെ മുന്നേ ചെല്ലുമ്പോഴത്തേന് പടച്ചവനെ ആ മനസ്സിൽ നമുക്ക് വേറൊന്നും ചിന്തയില്ല. റൗള ഷരീഫ് കണ്ടു കഴിയുമ്പോൾ അത്രയ്ക്ക് നമുക്കുണ്ടല്ലോ മനസ്സ് അവിടെ ആയിക്കഴിഞ്ഞു. അവിടെ എങ്ങനെയെങ്കിലും അവിടെ അങ്ങ് നിന്ന് കൂടിയാൽ മതി എന്നുള്ളൊരു ചിന്ത വന്നു പോകുന്നത് എനിക്ക് മാത്രമാണ് ഉണ്ടായെന്നറിയില്ല. എല്ലാവരുടെയും മനസ്സിലങ്ങനെ ഉണ്ടായെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. പടച്ചവനെ റഹ്മാനെ അള്ളാഹുവേ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഒരു ഗ്രൂപ്പിലുള്ള ഒരാൾ വിളിച്ചിട്ട് പറയുന്നു, പടച്ചവനെ അവിടെ ഒരു തൂപ്പെങ്കിലും കിട്ടായിരുന്നെങ്കിൽ ജീവിതകാലം മൊത്തം അവിടെ നിൽക്കാമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു വിസയുടെ കാലാവധി തീരുമ്പോൾ വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞോട്ടെ. വിസ ഉള്ളതുകൊണ്ട് മാത്രമാണ് മനുഷ്യരെല്ലാം അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നില്ലെങ്കിൽ 3/4 മനുഷ്യരും ഉണ്ടല്ലോ വീടും നാടും കൂടും മക്കളെയും വിട്ട് അവിടെ ലയിച്ച് തീർന്നതിന് അത്രയ്ക്ക് നമ്മുടെ മനസ്സുമായിട്ടുണ്ട് ആകർഷിക്കുന്നതാണ് കൗബ ഷരീഫ്. അൽഹംദുലില്ലാ ആ കൗബാലയത്തിൽ ചെല്ലുവാനും അവിടെ റസൂലുള്ളാഹി മദീനത്തിൽ നിന്ന് റസൂലുള്ളാഹിൻ്റെ മക്ബറ സന്ദർശിക്കാനും മക്കയിൽ ചെന്ന് കൗബാലയം മക്ക ഷരീഫ് കാണാനും 2 കണ്ണുകൾ കൊണ്ട് അള്ളാഹുവേ ഒരു കുഴപ്പവുമില്ലാതെ ആരോഗ്യത്തോടെ 2 കണ്ണുകൾ കൊണ്ട് ഞങ്ങൾക്കത് കാണുവാൻ തൗഫീക്ക് തന്നല്ലോ റബ്ബേ എന്നോർത്ത് ഞാൻ എപ്പോഴും സ്തുതിക്കും. പടച്ചവനെ കൗബാലയം കാണുമ്പോൾ ഹൃദയം പൊട്ടുന്ന റബ്ബേ. ആ കൗബാലയത്തോട് വിട പറഞ്ഞു വരുന്ന സമയങ്ങളാണ് ഈ കാണുന്നത്. സലാം പരസ്പരം കൊടുത്ത് എല്ലാവരും കരഞ്ഞു വാരി റഹ്മാനെ അള്ളാഹുവേ വീണ്ടും ഈ കൗബാലയം ഞങ്ങൾക്കെല്ലാവർക്കും ഒന്നിച്ചു പോയില്ലെങ്കിൽ വീണ്ടും കാണുവാനുള്ളൊരു തൗഫീക്ക് തരണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ഞങ്ങളുടെ കുടുംബക്കാർക്കും അള്ളാഹു റൗള ഷരീഫും കാണുവാൻ കൊതിക്കുന്നവർക്ക് എല്ലാവർക്കും 2 കണ്ണുകൾക്കും കാഴ്ച നൽകി ആരോഗ്യത്തോടു കൂടി അവിടെ പോയി കാണുവാനുള്ള തൗഫീക്ക് തരണേ തമ്പുരാനെ റഹ്മാനെ. എല്ലാവരും കരഞ്ഞു വാരി റഹ്മാനെ സലാം കൊടുക്കുന്നത്. അള്ളാഹുവേ ഇനിയുള്ള കാര്യം നിൻ്റെ കയ്യിലാ റബ്ബേ. ഇനി എന്ന് കാണുമോ ഒന്നും അറിയില്ല. അള്ളാഹുവേ ഞങ്ങൾക്കിനി ഇതെന്ന് കാണാൻ പറ്റുമോ? നിൻ്റെ മക്കാശ്ശേരി വിനിയും വന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഒന്നും ഞങ്ങൾക്കറിയില്ല നാഥാ. റഹ്മാനായ അള്ളാഹുവേ വിധി കൂട്ടണേ ഞങ്ങൾക്ക് വീണ്ടും വന്ന് കാണുവാൻ. അള്ളാഹുവേ മക്കയോട് സലാം പറയണമല്ലോ. ഞങ്ങൾ മക്കയോട് സലാം പറഞ്ഞ് പിരിയുന്ന ഭാഗം അള്ളാഹുവേ പടച്ചവനെ എല്ലാ ഭാരങ്ങളും നിന്നിൽ അർപ്പിച്ച് എല്ലാം നിന്നിൽ ലയിപ്പിച്ച് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുകയാണ് റബ്ബേ. ഞങ്ങളുടെ ദുആകളും ഞങ്ങളുടെ ഉംറകളും അള്ളാഹുവേ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ സൽപ്രവൃത്തികളും അള്ളാഹുവേ നിസ്സീകരിക്കണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെ
അറിയാതെ ഞങ്ങൾക്ക് ഇവിടെ വന്നു പോയിട്ട് എന്തെങ്കിലും തെറ്റായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് പുറത്തുകൊണ്ട് നീ ഞങ്ങളുടെ ഉംറകളെ സ്വീകരിക്കണേ റബ്ബേ. അറിവില്ലാത്ത പാപികളായ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കുന്ന സ്ഥലമാണല്ലോ ഇത്. അതുകൊണ്ട് ഈ കൗബാ ശരീഫ് കണ്ടുകൊണ്ട് ഞങ്ങൾക്കെല്ലാം നിന്നോട് ചോദിച്ച് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ സലാം വീട്ടുന്ന റഹ്മാനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണേ റഹ്മാനെ. വളരെ വിഷമത്തോടെ ഞങ്ങൾ സലാം പറഞ്ഞ് ഇവിടെ നിന്ന് പിരിയുന്നു. ഇത് നമ്മുടെ മക്കത്തെ ഉസ്താദാണ് കണ്ടോ, മക്കത്തെ ഉസ്താദാണിത് കണ്ടോ. സ്വർണ്ണം മൈക്കുണ്ട് ഉസ്താദിൻ്റെ മുന്നേ ഇരിക്കുന്നത്. അൽഹംദുലില്ലാ. അപ്പോൾ കൗബാലയത്തിൻ്റെ അടുത്ത് നിന്നും നമ്മൾ പള്ളിയിൽ അവിടെ നിന്ന് നമ്മളെ മുറ്റത്തോട്ട് ഇറങ്ങുന്ന ഭാഗമാണിത്. മക്ക പള്ളിയിൽ നിന്ന് പഠിച്ചവനെ റഹ്മാനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ബറക്കത്ത് കൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് ചെയ്യാൻ സാധിച്ചു. ഞങ്ങളെ കൊണ്ടുവന്ന ഉസ്താദിന് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. ഇനി നിരവധി ആളുകളെ ഉസ്താദ് കൊണ്ടുവന്ന് മക്കയും മദീനയൊക്കെ കാണിക്കാനുള്ള അനുഗ്രഹവും ബറക്കത്തും ആരോഗ്യം കൊടുക്കട്ടെ. കുടുംബത്തിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നവരെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഇത് ഉമ്മറകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. പടച്ചവൻ്റെ അനുഗ്രഹവും ബർക്കത്തും കൊണ്ട് ഇനി നല്ലവരായ എല്ലാ മുസ്ലിങ്ങൾക്കും ഇവിടെ വന്ന് ഉംറ ചെയ്യുവാനും ഹജ്ജ് ചെയ്യാനും ഒക്കെ അനുഗ്രഹം അള്ളാഹു കൊടുക്കട്ടെ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം ആഫിയത്തും കൊടുക്കട്ടെ എന്നുള്ള ദുആ ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ട് ഈ മക്ക പള്ളിയുടെ ഒന്നും കൂടി ഞങ്ങൾ സലാം പറഞ്ഞ് മക്കത്തിൽ നിന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പുറപ്പെടാനുള്ള പോവുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങളുടെ നാട്ടിലേക്കുള്ള യാത്ര ഇതുവരെ റാഹത്താക്കി തന്നുകൂടെ. അള്ളാഹു സുബ്ഹാനഹു തആല റാഹത്താക്കി തരട്ടെ. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും. മക്ക. അവിടെ നിന്ന് ഞങ്ങളുണ്ടല്ലോ മക്കയിൽ നിന്നും ജിദ്ദയിലേക്ക് ബസ്സിന് പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ 1.5 മണിക്കൂർ ദൂരമുണ്ട് മക്കയിൽ നിന്നും ജിദ്ദയിലേക്ക് ബസ്സിന് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ബസ് യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ കാണുന്നത്. അൽഹംദുലില്ലാ നാട്ടിലേക്കുള്ള യാത്രയിൽ എല്ലാവരും സന്തോഷകരമായിട്ട് തന്നെ ഇരിക്കുന്നു. അൽഹംദുലില്ലാ. അപ്പം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിലാണ്. അപ്പം നമ്മളുണ്ടല്ലോ അൽഹംദുലില്ലാ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഇത്രയൊക്കെ റെഡിയാക്കി തന്ന പടച്ചവനെ ഇനി എന്ന് വരാൻ പറ്റും എന്ന് കാണുമെന്നൊന്നും അറിയത്തില്ല. അൽഹംദുലില്ലാ. അപ്പം ഞങ്ങളുണ്ടല്ലോ ജിദ്ദ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ജിദ്ദ എയർപോർട്ടിൽ നിരവധി കാഴ്ചകളുണ്ട്. വരൂ കൂട്ടുകാരെ നമുക്ക് കണ്ടു നോക്കാം. ഇത് കണ്ടു, ജിദ്ദ എയർപോർട്ടിലെ ഈ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യത്തില്ലേ, പാർക്കിംഗ് സ്ഥലമാണ് ഇത് കണ്ടല്ലോ. അതിൻ്റെ മുകൾ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് നമ്മുടെ ജിദ്ദ എയർപോർട്ടിൻ്റെയൊക്കെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടിടുമ്പോൾ അതിൻ്റെ മണ്ടഭാഗം കാണുന്നില്ലല്ലോ കണ്ടോ. അങ്ങനെയുള്ള സ്ഥലം എന്ത് മനോഹരം അതിൻ്റെ മണ്ടവശം കാണാൻ കണ്ടല്ലോ. അൽഹംദുലില്ലാ. ഇതെല്ലാം കാർ ഷെഡാണ്. അൽഹംദുലില്ലാ. പടച്ചവനെ ഇതൊക്കെ കാണുവാൻ തൗഫീക്ക് തന്നല്ലോ റഹ്മാനെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ബർക്കത്തും കൊണ്ട് ഇവിടം വരെയൊക്കെ ഞങ്ങളെ അള്ളാഹു എത്തിച്ചല്ലോ റബ്ബേ അനുഗ്രഹം. പടച്ചവനെ ഞങ്ങൾ എയർപോർട്ടിനകത്തായിട്ട് കയറുന്ന ഭാഗമാണിത്. സംസം വെള്ളമൊക്കെ കിട്ടി ഞങ്ങളുടെ ലഗേജെല്ലാം അടുത്ത് എല്ലാവരുടെയും കുറച്ച് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിനകത്തോട്ട് കയറുന്ന ഭാഗമാണിത്. എയർപോർട്ടിൻ്റെ പുറം ഭാഗമായി കയറുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അൽഹംദുലില്ലാ. ഇനി എന്ന് ഞങ്ങൾ കാണും എന്നൊന്നും അറിയത്തില്ല റഹ്മാനെ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ റഹ്മാനെ. പടച്ചവനെ ഞങ്ങൾക്ക് ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് പടച്ചവനെ ഞങ്ങൾക്ക് ഹൈറാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന. എയർപോർട്ടിനകത്തെ കണ്ടല്ലോ. അൽഹംദുലില്ലാ. 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 എന്ത് മനോഹരമായിട്ടല്ലേ, എന്ത് രസമുള്ള കാഴ്ച ഇത് പടച്ചവനെ. ഇതൊക്കെ എന്ത് മനോഹരമായ കാഴ്ച. ഇത് കണ്ടപ്പോൾ അവിടെ ഞാൻ 1 മിനിറ്റ് സ്റ്റക്കായി നിന്നുപോയി. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി ഈ ഒരു കാര്യം. അൽഹംദുലില്ലാ. അതും ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് 1.5 മണിക്കൂർ ലേറ്റായിട്ട് പുറപ്പെടുകയുള്ളെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ സമയം കൊണ്ട് എടുത്ത ഫ്ലൈറ്റിൻ്റെ പ്ലോട്ടുകളാണിത്. ഇഷ്ടംപോലെ ഫ്ലൈറ്റ് കിടപ്പുണ്ടായിരുന്നു. ഒരു 6-7 ഫ്ലൈറ്റ് ഒന്നിച്ച് കിടക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ എല്ലാം കൂടെ എനിക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അൽഹംദുലില്ലാ. ഇപ്പോൾ തന്നെ കണ്ട 3 ഫ്ലൈറ്റ് ഒന്നിച്ച് 4 ഫ്ലൈറ്റ് ഒന്നിച്ച് നമ്മൾ കണ്ടല്ലോ. അൽഹംദുലില്ലാ. 3-4 ഫ്ലൈറ്റ് ഒന്നിച്ച് ഇങ്ങനെ സ്റ്റാൻഡിൽ കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു പടച്ചവനെ. അതിമനോഹരമായ കാഴ്ച. അടുത്ത് നിന്ന് ഫ്ലൈറ്റ് വരുന്ന മറ്റേ വീടിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ ഓടി മുറ്റത്തോട്ട് ഇറങ്ങി മുകളിലോട്ട് നോക്കുമായിരുന്നു ഫ്ലൈറ്റ് കാണാനായിട്ട്. അൽഹംദുലില്ലാ. ഇഷ്ടം പോലെ ഫ്ലൈറ്റ് കണ്ട്. വരാനുള്ള ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ടാണ് അത്രയും ഫ്ലൈറ്റ് കാണാൻ പറ്റിയത്. ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നത് കണ്ടു, പൊങ്ങുന്നതും താഴുന്നതും എല്ലാം കണ്ടു. ഫ്ലൈറ്റ് സ്റ്റാൻഡിൽ കയറ്റിയിടുന്നുണ്ട്. സ്റ്റാൻഡിലിടുന്ന ഭാഗം ഈ വീഡിയോയ്ക്കകത്തുണ്ട്. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ തിരിഞ്ഞ് വന്നിട്ട് അൽഹംദുലില്ലാ. നമ്മളുണ്ടല്ലോ ബസ്സിലും കാറിലും ജീപ്പിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഡ്രൈവറെ കാണും. പക്ഷേ ഫ്ലൈറ്റിലെ ഡ്രൈവറെ നമ്മൾ കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? പൈലറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ചുമ്മാണേ.
കണ്ടില്ല കണ്ട ഈ ഫ്ലൈറ്റ് അവിടെ കൊണ്ട് നിർത്തിയപ്പോൾ അടുത്ത ഫ്ലൈറ്റ് ഇങ്ങോട്ട് സ്റ്റാൻഡിൽ നിന്ന് ഇറക്കി വരും, എന്നിട്ട് ഈ ഫ്ലൈറ്റ് അവിടെ കയറ്റിയിടേണ്ടിട്ട്. അൽഹംദുലില്ലാ അതൊക്കെ കാണാൻ പറ്റില്ല റബ്ബേ. മേളിൽ കൂടെ പെരയുടെ മുകളിൽ കൂടെ ഫ്ലൈറ്റ് പോകുമ്പോഴത്തേക്കും ഓടി മിറ്റത്തിറങ്ങും, അതേ വിമാനം പോകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടിട്ടുള്ളായിരുന്നു. അൽഹംദുലില്ലാ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റിയല്ലോ. പടച്ചവൻ്റെ അനുഗ്രഹവും ബർക്കത്തും കൊണ്ട് അള്ളാഹു അതൊക്കെ റാഹത്താക്കി തന്നല്ലോ. എല്ലാ കാര്യം ഞങ്ങളുടെ പടച്ചവനെ ഞങ്ങളുടെ കൽബിലുള്ള എല്ലാ ആശകളും ഞങ്ങൾക്ക് അള്ളാഹു അവിടെ സാധിച്ച് ഞങ്ങളെ തിരിച്ചു വരുന്നത്. പടച്ചവനെ എല്ലാം റാഹത്താക്കി തന്നെ ഞങ്ങളെ പടച്ചവനെ എന്നുള്ളൊരു ദുആ മാത്രമേ ഉള്ളൂ. പടച്ചവനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം തുറക്കപ്പെട്ടൊരു സ്ഥലത്തെത്തിയല്ലോ റബ്ബേ. അത് ഓർക്കുമ്പോൾ ഇപ്പോഴും പടച്ചവനെ സന്തോഷം കൊണ്ട് മനസ്സ് പടച്ചവനെ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും അള്ളാഹു സാധിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ കണ്ടില്ല ഫ്ലൈറ്റിൽ കയറി നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി. നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണിത്. ഇങ്ങനെ എല്ലാവരും ഓരോ ലഗേജും ഒക്കെ ആയിട്ട് ഇറങ്ങി വരിക. ബന്ധുക്കാരെല്ലാം പുറത്തിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഞങ്ങളെ കാണാനായിട്ട്. അൽഹംദുലില്ലാ റാഹത്തായി തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പം മക്ക മദീന വിശേഷമായ ഉംറ യാത്രയുടെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് ഇത് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പം ഉണ്ടല്ലോ ഇനിയും ഞാൻ അനേകം വീഡിയോകളുമായിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അൽഹംദുലില്ലാ റാഹത്താക്കി എല്ലാ വീഡിയോകളും നിങ്ങൾ കാണണം. അൽഹംദുലില്ലാ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടതായിരുന്നു കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.